ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു മാറൽ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരെയും സുപരിചിതനായിട്ടുള്ള സൂപ്പർ വില്ലൻ കാങ് ദ കോങ്കറർ അഥവാ കാങ് ദ ഡിസ്ട്രോയർ, ഹീ ഹു റിമെയിൻസ്, അങ്ങനെ പലവിധ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ആള് ഇനിയില്ല. യെസ്, ജോണതൻ മേജേഴ്സിൻ്റെ പണി മാറലുകാർ പൂട്ടി. ഇപ്പോൾ പുള്ളിക്കാരനിപ്പോൾ ഇവിടെ ഇല്ല. പുള്ളിക്കാരൻ്റെ പണി വിട്ടു, പുള്ളിക്കാരനെ ഫയർ ചെയ്തു ഒക്കെ ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അസോൾട്ട് മൂലമാണെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി, ഗിൽറ്റി അൺടിൽ പ്രൂവൺ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പുള്ളിക്കാരൻ കുറ്റവാളിയാണ്, ഇങ്ങനെ വല്ലതും ചെയ്തു, മൊളസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയണേ. ആർക്കറിയാം എന്തിട്ട് തേങ്ങയാണെന്നൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാமல் ഇരിക്കുകയാണ് കുറേ ആൾക്കാർ. കാങ് ദ കോങ്കറർ എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് അത്രമാത്രം എന്നിട്ട് പറയുക റെസംബ്ലൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ജോണതൻ മേജേഴ്സ്. ആ പുള്ളിക്കാരൻ പോയതിന് ശേഷം ഇനി മാറൽ ആരെയാണ് തിരിച്ചു കൊണ്ടുവരിക, ആരെയാണ് റീകാസ്റ്റ് ചെയ്യുക, ഇനി ആ ക്യാരക്ടറിന് ഉണ്ടാവും മാറൽ സ്റ്റുഡിയോസിൽ. ടു ബി മെയിൻ കാര്യം, അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റി എന്ന് പറയുന്ന വമ്പൻ മൂവി ഇനി മിക്കതും ഉണ്ടാവില്ല. അത് മിക്കതൊരു സംശയമാണ്. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താണ്? അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്തായാലും ഉണ്ടാവും തന്നെയാണ് നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. ബട്ട് കാങ് ഡൈനസ്റ്റി മിക്കതും പോവും, നല്ല ഉറപ്പുണ്ട് മിക്കതും പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റീകാസ്റ്റ് പരിപാടിയൊക്കെ ആയിട്ട് മാറൽ ഇപ്പം തന്നെ പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടേക്കണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു പുള്ളിക്കാരനകത്ത് കുത്തിക്കേടാൻ ശ്രമിച്ചു. എന്തോ ഒരു ജോൺ ബോയെങ്കയോ എന്തോ ഒരു പുള്ളിക്കാരനെ പറ്റി ഇതിൻ്റെ അകത്ത് കാങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കി. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, ഒരു മാറൽ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഇതവർ കേൾക്കൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ഇതാണല്ലോ പറയേണ്ടത്. റീകാസ്റ്റ് ചെയ്യരുത്. ആ ക്യാരക്ടറിനെ അതുപോലെ തന്നെ കുപ്പത്തൊട്ടിയിലിടുക, ഗാർബേജിലിടുക, കളയുക. ജസ്റ്റ് റിമൂവ് ദ ക്യാരക്ടർ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു ഉത്തരമില്ല. മേ ബി എനിക്ക് കുറച്ച് തിയറീസ് ഉണ്ട്, ബട്ട് അത് വർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കതും പറയും അത് റീകാസ്റ്റ് ചെയ്യണ്ട, പുള്ളിക്കാരൻ അത് കളയും. അപ്പോൾ ആ ക്യാരക്ടറിനെയും കളയും. അടുത്ത മെയിൻ വില്ലൻ അതാരാണെന്ന് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ എടുത്തു പറയാം. അത് ആ വില്ലൻ തന്നെയായിരിക്കും, വേറെ ആരുമല്ല, ഡോക്ടർ ഡൂം. യെസ്, എനിക്ക് ഈ മാർവൽ സ്റ്റുഡിയോസിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ്, യൂണിവേഴ്സിലെ ഏറ്റവും ഫേവറേറ്റ് വില്ലനിൽ ഒന്നാണ് ഡോക്ടർ ഡൂം. പുള്ളിക്കാരൻ ഒരുതരം ഇതിൻ്റെ പറയുക ഒരു മേനിയാക്, പവർഫുൾ ഇൻ്റലിജൻറ്റ് സൂപ്പർ വില്ലനാണ്. ഒരു എന്തിനോ വേണ്ടിയല്ല എന്നിട്ട് പറയുക ആൾക്കാരെ കൊല്ലണത്. പറയില്ലേ, എന്തൊക്കെയോ ആണ്. അല്ലാണ്ട് ഇതൊരുമാതിരി നൂറുകണക്കിന് ഒരെണ്ണുണ്ട്, അതിൽ ഒരെണ്ണം ചത്താൽ വീണ്ടും വരും, മറ്റതും വരും, മറിച്ചതും വരും. വേണ്ട, ഒറ്റ ആളെ എല്ലാ അവഞ്ചേഴ്സും കൂടി നേരിടാം. അങ്ങനെ പറ്റുന്നൊരു കഥയാണെങ്കിൽ എൻ്റെ മോനെ ഞാൻ സത്യം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് വരെ ലെവലെത്തിക്കാൻ പറ്റുന്ന കഥയുണ്ട് ഇതിനകത്ത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ അത്ര ലെവലെത്തിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ മാർവൽ സ്റ്റുഡിയോസിന് ഉണ്ട്. ബട്ട് ആ ഡിസ്നിക്കാർ കൊളാക്കും. ഡിസ്നിക്കാരെടുത്ത് മാറ്റുക ഫസ്റ്റ് തന്നെ. അവർ പ്രൊഡ്യൂസറാണ്, മറ്റേതാണ് തേങ്ങയാണെന്നൊന്നും നോക്കണ്ട. നിങ്ങൾ വല്ല എന്നിട്ട് പറയുക ഇലോൺ മസ്കിനെ കൊണ്ട് ഏൽപ്പിക്കി പ്രൊഡക്ഷൻ്റെ. അല്ലാണ്ട് ഇവന്മാർ ഒരുമാതിരി എല്ലാവരും തരം LGBTQ ഒക്കെ ആക്കണം. ഇവർ എല്ലാം ഒരുതരം ഫെമിനിസം രൂപത്തിലാണ്. എന്തിനിപ്പോൾ ബൂസ്റ്റ് പരസ്യം വരെ ഫെമിനിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല. ഡിസ്നിക്കാരെ എന്ന് ഇതിനകത്ത് നുഴഞ്ഞു കയറി അന്ന് മുതൽ മാർവൽ പോയി. ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന നല്ലൊരു സിനിമ എന്ന് ഞാൻ പറയുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നാണ് ഞാനൊന്ന് ഉറച്ചു നിൽക്കുന്നു. അത് റൂസോ ബ്രദേഴ്സ് ആയിരുന്നു ഡയറക്ഷൻ ചെയ്തത്, എല്ലാവർക്കും അറിയാം. ബട്ട് ഇനി റൂസോ ബ്രദേഴ്സ് വരുമെന്ന ഒരു ഐഡിയ ഇല്ല. അവർ വേറെ വല്ല സിനിമ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നെറ്റ്ഫ്ലിക്സ് ആയിട്ടാണ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു, റീകാസ്റ്റ് ചെയ്യരുത്, ഡോക്ടർ ഡൂമായിട്ട് കഥ കൊണ്ടുപോവുക. ലോക്കി ഇപ്പോൾ ആണ് മെയിൻ കാങ് ദ കോങ്കർ റൈറ്റിൻ്റെ റിപ്ലേസ് ഹീ ഹു റിമെയിൻസ്. ഇപ്പോൾ ഹീ ഹു നോ ലോങ്കർ റിമെയിൻസ് എന്നാണ് കമൻറ്റിലൊക്കെ വായിക്കണം. അറിയൂ, അയ്യോ ഞാൻ കമൻറ്റ് വായിച്ച് ഞാൻ ചിരിച്ച് ചത്തു. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, കാങ്ങിൻ്റെ എല്ലാ വേരിയൻസിനും ഫയർ ചെയ്തോന്ന്. അത് അടിപൊളി വിറ്റ് കമൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കമൻറ്റിൻ്റെ പേരിൽ ആൾക്കാർക്ക് സംശയമുണ്ട്, ഇനി ആരായിരിക്കും വരിക, എന്താണ് ഇന്ന് ചെയ്യുക എന്നൊരു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊരു ഫെയിമും പദവിയൊക്കെ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചാടി കയറി ഒന്നും ചെയ്യരുത്. ഒരാളെയും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി പെണ്ണിന് അറിയാമല്ലോ, പോയി കഴിഞ്ഞു, തൊട്ടാലും പിടിച്ചാലും എന്ത് അതുള്ളൂ.
ഞാൻ പറയല്ല ഇതിൽ ഗിൽറ്റിയാണ് നമ്മുടെ നമ്മുടെ ജോണത്തൻ മേജേഴ്സ്. ഞാൻ ഒരിക്കലും പറയും, എനിക്കറിയില്ല, ഒരു പരിചയമില്ല പുള്ളിക്കാരൻ എനിക്ക്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരാൾ വേറെയാണ്, റിയൽ ലൈഫിൽ വേറെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ഫുൾ ടൈം പെർസ്പെക്റ്റീവ് എന്നോ നിങ്ങളുടെ തലയിൽ വെക്കുന്നോ അന്ന് നിങ്ങൾ നന്നാവും. അതാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വേറെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ, പുള്ളിക്കാരൻ പോയി, വിട്, ടാറ്റ, ഗുഡ് ബൈ, ഗയ. ഇനിയിപ്പോൾ ആ കൂടി എല്ലാവർക്കും ഹോപ്പ് ഉള്ളത് എന്നിട്ടാ, ലോക്കി ഹോപ്പ് ഉണ്ട്, മൂൺ നൈറ്റ് അടിപൊളിയാണ്, വാട്ട് ഇഫ് വരുന്നുണ്ട് 22 ഡിസംബറിൽ വരുന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ വീഡിയോ ഇടാം. വേറെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കുറേ സെക്കൻഡ് ആക്വാമാൻ്റെ ഒരു സിനിമ വരുന്നുണ്ട് ഈ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അത് പോയി കാണുന്നുണ്ട്, അത് പോയി കാണാം. പിന്നെ സലാർ വരുന്നുണ്ട്, സലാർ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതാണ് മെയിൻ കാര്യങ്ങൾ. ഇനി അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇനി കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല, 6 മിനിറ്റ് നമുക്ക് ഒതുക്കാം വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.